ഞാൻ ലാസ്റ്റ് കണ്ട 2 മലയാളം ആക്ഷൻ സിനിമകൾ കാരണം വളരെ ഇറിറ്റേറ്റഡ് ആയതുകൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. മുന്നേ ഒക്കെ ഈ ഒരു ട്രെൻഡ് തുടങ്ങിയ സമയത്ത് അറ്റ്ലീസ്റ്റ് ആവറേജ് സ്റ്റഫെങ്കിലും വന്നിരുന്നു. ഇപ്പോൾ അതുമില്ല. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മലയാളത്തിലെ ആക്ഷൻ ഓർ മാസ് മസാല ജോണർ സിനിമകൾ യങ് ആക്ടേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ട്രോൾ ചെയ്യപ്പെട്ടൊരു സമയം ഇവിടെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി കൽക്കിയും മീക്കായിലൊക്കെ വന്ന സമയത്ത് ഇത്തരം ക്രിറ്റിസിസം ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത്തരം ജോണറുകൾക്ക് പറ്റിയ ആക്ടേഴ്സ് അല്ല ഇവരെന്നുള്ള ക്രിറ്റിസിസം വരുമ്പോഴും ആ ഫേസിൽ പിന്നീട് ആക്ഷൻ സിനിമകൾ വരാനുള്ള പരിശ്രമങ്ങൾ തന്നെ നന്നായിട്ട് കുറഞ്ഞിരുന്നു. ആക്ഷൻ സിനിമയിൽ സ്യൂട്ടാവുന്നില്ല എന്ന രീതിയിൽ നിന്ന് മാറി ടോവിനോ നന്നായിട്ട് സിങ്കായി വന്നൊരു സിനിമയാണ് തല്ലുമാല. തല്ലുമാല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആക്ഷൻ ട്രെൻഡ് ഇവിടെ പിന്നെയും വന്നു തുടങ്ങിയ സമയത്ത് ഇറങ്ങിയ സിനിമകളിൽ ദ ബെസ്റ്റ് വൺ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് തല്ലുമാലയാണ്. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ള പോലെ ഈഗോ ക്ലാഷും 2 ഗാങ്ങുകൾ തമ്മിലുള്ള ഫ്യൂഡും ഇതൊരു നോൺ ലീനിയർ നെറേറ്റീവിൽ കൊണ്ടുവെക്കുമ്പോൾ പോലും അതിലൊരു പൊന്നാനി കൾച്ചറും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ സിനിമയിൽ ഇതൊക്കെ പ്ലേസ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഡയറക്റ്റായിട്ട് നെറേറ്റ് ചെയ്തു പോയാൽ ഈ കൗതുകം ഉണ്ടാകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാൽ പോലും സ്റ്റിൽ ആക്ഷനുള്ള ലീഡ് കൊടുക്കുന്ന എലമെൻറ്റ്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഈ സിനിമയിൽ വർക്കായിട്ടുണ്ട്. ഒരു റൂട്ടീൻ സെറ്റപ്പിൽ ആക്ഷൻ സിനിമ ചെയ്യുന്നതല്ല ആക്ച്വലി പ്രശ്നം എന്ന് പറയാനുള്ള ഒരു എക്സാമ്പിൾ ഞാനിവിടെ പറയാം. RDXലും ഒരു ആക്ഷൻ സിനിമയ്ക്ക് വേണ്ട റൂട്ടീൻ ഗിമ്മിക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലെ ഓരോ ഫൈറ്റിനും ഒരു കറക്റ്റായ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ സിനിമയിലെ പ്രൈമറി ആക്ഷൻ ഫിഗേഴ്സിലെ ഒരാളെയും അയാളുടെ ഫാമിലിയും കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ ആ സീനിൽ വരുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനോട് എനിക്കൊരു കണക്റ്റ് വന്നിരുന്നു. പിന്നെ ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് തേടി പോകുമ്പോൾ പോലും ആ റീസൺ സ്റ്റേറ്റ് ചെയ്യാൻ സിനിമയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ റോബർട്ട് ഡോണി, സേവിയർ എന്നീ ക്യാരക്ടേഴ്സിൻ്റെ റിവെഞ്ചും ആക്ഷനും വരുമ്പോൾ ആ ക്യാരക്ടേഴ്സിനോട് കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ആക്ഷൻ സെറ്റ് ചെയ്യുമ്പോൾ അതിലൊരു കണക്ഷൻ വരുന്നുണ്ട്. ഇതെല്ലാം റൂട്ടീൻ സെറ്റപ്പാണ്. പക്ഷെ സിനിമ കാണുമ്പോൾ കൺവിൻസിങ് ആക്കുന്നുണ്ട് എന്നുള്ള കാരണത്താൽ ഈ ഗിമ്മിക്കുകൾ പിന്നീട് സിനിമയ്ക്ക് ഒരു ഭീഷണിയായിട്ട് മാറുന്നില്ല. ഇനി ടർബോയിലോട്ട് വരാം. മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ വിപരീതമാണ് ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഉള്ളത്. റൂട്ടീനായ ഗിമ്മിക്കും അത്തരം പരിപാടികളൊക്കെ തന്നെ. എന്നാൽ പ്രൊട്ടാഗണിസ്റ്റിനോടൊരു കണക്റ്റില്ല. എന്തുകൊണ്ട് വില്ലനോട് പ്രൊട്ടാഗണിസ്റ്റിന് ഇങ്ങനെ റിവെഞ്ച് വേണ്ടി വരുന്നു എന്ന് പറയുന്ന കാര്യത്തിലും ഒരു കണക്ഷൻ തോന്നിക്കുന്നില്ല. മിഥുൻ മാനുവൽ തോമസ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു നല്ല വില്ലൻ ഉണ്ടാവുന്ന സമയത്താണ് നല്ല ഹീറോ ഉണ്ടാവുന്നത്. വില്ലന് വലിയ പവർ തോന്നുന്നില്ലെങ്കിൽ ഹീറോയും അതുപോലെ വീക്കാവും. ഇതന്നെയാണ് ടർബോയുടെ അകത്തും സംഭവിക്കുന്നത്. എത്രയൊക്കെ റൂട്ടീൻ ഗിമ്മിക്ക് ഇട്ടാൽ പോലും അവതരണത്തിൽ ഇൻട്രസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ അതൊരു ക്ലീഷ്ഡ് സ്റ്റഫായിട്ട് മാറും. ടർബോയിലും എനിക്ക് ഇതാണ് തോന്നിയത്. ചുമ്മാ കുറേ ഫൈറ്റ് സീൻസ് ആഡ് ചെയ്താൽ ഒരു ഡീസൻറ്റ് ആക്ഷൻ സിനിമ ഒരിക്കലും ആവില്ല. ഈ ടർബോ, കടകൻ പോലെയുള്ള സിനിമകളുടെ പ്രധാന പ്രോബ്ലം അതാണ്. അടി മാത്രമുള്ളൂ. അടിക്കുള്ള റീസൺ എന്താണ്, അതിനു വേണ്ടിയുള്ള ഡ്രാമ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലോട്ട് കടക്കുമ്പോൾ അതിൽ കാര്യമായ ജസ്റ്റിഫിക്കേഷൻ തരാൻ ഈ സിനിമകൾക്ക് സാധിച്ചിട്ടില്ല. തല്ലുമാലയിലോ RDXലോ ചുമ്മാ ഫൈറ്റ് സീൻസ് ആഡ് ചെയ്തു പോവല്ല. ആ നടക്കുന്ന ഇവൻറ്റിനൊരു നല്ല നെറേറ്റീവ് ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷൻ സീന് മേക്കപ്പ് ചെയ്തവർക്കും കൊടുക്കുന്ന റീസണും കൺവിൻസിങ് ആണ്. ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ. ആക്ഷൻ സിനിമകൾ എന്ന് പറഞ്ഞ് പ്ലെയിൻ സിനിമകൾ ഇറക്കിയിട്ട് ആ ജോണർ വെറുതെ നശിപ്പിക്കരുത്. മേൽപ്പറഞ്ഞ സിനിമകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.